നമസ്കാരം. എല്ലാവർക്കും നെല്ലായി നൃത്താഞ്ജലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നെല്ലായി നൃത്താഞ്ജലി യൂട്യൂബ് ചാനലിൻ്റെ ഭരതനാട്യ വർണ്ണ പഠന എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞ എപ്പിസോഡുകൾ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം എല്ലാവരും അത് പഠിച്ചു കാണുമെന്നും വിശ്വസിക്കുന്നു. അതായത് വർണ്ണം തോടി രാഗത്തിലുള്ള അയ്യപ്പ സ്വാമിയെ കുറിച്ചുള്ള വർണ്ണമാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ യോഗയുടെ ചില ലെസൺസ് കൂടി ഇന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, അതുപോലെ തന്നെ മാക്സിമം എല്ലാ സപ്പോർട്ടും തരിക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാം കാലത്തിലേക്ക് കിടക്കാം. യതിയുടെ മൂന്നാം കാലത്തിലേക്ക്. Tajam tari atti nutati mita tajam tari dinutati mita tajam tari takati dimita tajam tari dinutati mita tajam tari dinutati mita kati dimita dim pinnattu tatti tadimita kati dinutati mita dim pinnattu. ഈ പോർഷൻ കഴിഞ്ഞാല് അടുത്ത ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാണ്. നമ്മൾ രണ്ട് തിശ്രം കോർണറിലേക്ക് ആ നിൽക്കുന്ന ഇത് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ബോഡി വരുന്നത്. എന്നിട്ട് രണ്ട് തക്കിട്ട ധീന്നു തക്ക ധീന്നു ധളങ്ക് കിടത്തക്ക് തരികിടത്തവും ധണ് തത്ത കിടത്തക്ക് തരികിടത്തവും ധിമി തത്ത കിടത്തക്ക് തരികിടത്തും കിടത്തക്ക് തരികിടത്തും കിടത്തക്ക് തരികിടത്തും. അതാണ് വരുന്നത്. സെയിം ലെഫ്റ്റും ഉണ്ട്. ഇപ്പൊ റൈറ്റ് നമ്മൾ എടുത്ത പോലെ തന്നെ ലെഫ്റ്റും എടുക്കണം. ലെഫ്റ്റ് എടുക്കൂ. സ്ഥിരം ലെഫ്റ്റ് സൈഡ് ഇന്നു ധളങ്ക് കിടത്തക തരകെടുത്തും കിടത്തക തരകെടുത്തും കിടത്തക തരകെടുത്തും തരകെടുത്തും തരകെടുത്തും. ഇത് രണ്ട് സൈഡും കഴിഞ്ഞാല് പിന്നെ നമ്മള് അലാരിപ്പിന് എടുക്കുന്ന പോലെ കർത്തരി മുഖം കൈ പിടിച്ചുകൊണ്ട് അതാണ് സ്റ്റെപ്പ് വരുന്നത്. അത് സ്പീഡില് നടക്കൂ. കയറി വരൂ. ഈ ത്രീ സ്റ്റാർട്ട്. അതിനുശേഷം ശിഖരം പിടിച്ച് അരമണ്ടിക്കും. എന്നിട്ട് തട്ടിയിട്ട് ഇങ്ങോട്ട് കിടത്തക തരകിടത്തും ധണ് തത്ത കിടത്തക തരകിടത്തും ധേമി തത്ത കിടത്തക തരകിടത്തും കിടത്തക തരകിടത്തും കിടത്തക തരകിടത്തും. അതാണ് വരുന്നത്. വേണ്ടേ തദ്ദിത്ത മോലെ എടുത്തേക്കൂ. ത്രീ സ്റ്റാർട്ട്. ഇപ്പൊ ഫസ്റ്റ് ജതി നമ്മുടെ കംപ്ലീറ്റഡ് ആണ്. എല്ലാ ജതി കഴിയുമ്പോഴും ഒരു അറുതി ചെയ്യുന്ന ഒരു രീതി വർണ്ണത്തിലുണ്ട്. ഏത് വർണ്ണാണെങ്കിലും സാധാരണയായി ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഫസ്റ്റ് ജതി ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അറുതിയാണ് എടുക്കാൻ പോണത്. ത്രീ സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ ജതി കഴിഞ്ഞു, അതിന്റെ അറുതിയും കഴിഞ്ഞു. ഇനി നമ്മൾ അഭിനയത്തിലേക്കാണ് കിടക്കുന്നത്. സാധാരണയായി ഒരു വർണ്ണത്തില് സഞ്ചാരി അഭിനയം കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. സഞ്ചാരി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക കഥ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് അഭിനയിച്ച് കാണിക്കുന്നതിനാണ് സഞ്ചാരി എന്ന് പറയുന്നത്. എല്ലാ വർണ്ണത്തിലും സഞ്ചാരി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ചില വർണ്ണങ്ങള്
സ്ട്രെയിറ്റ് ഹാൻഡ് മാത്രമായി പറഞ്ഞു പോകും. പക്ഷെ സഞ്ചാരി വരുമ്പോൾ എന്താണ്, കുറച്ചും കൂടി നമുക്ക് കഥ പ്രസന്റ് ചെയ്യാനും കുറച്ചും കൂടി കാണികൾക്ക് സന്തോഷം നൽകാനും കഴിയും. എന്നാൽ ഇനി അഭിനയ ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യ 2 കൈകൾ സ്ട്രെയിറ്റ് ഹാൻഡ് ആണ്, അതിനുശേഷം സഞ്ചാരിയാണ്. അയ്യപ്പന്റെ ജന്മമാണ് നമ്മൾ ഈ സഞ്ചാരിയിലൂടെ കാണിക്കുന്നത്. അയ്യനേ അയ്യപ്പനേ ശബരിമലൈ വാഴോ ശങ്കര തനയനേ അയ്യനേ അയ്യപ്പനേ ശബരിമലൈ വാഴോ ശങ്കര തനയനേ അയ്യനേ അയ്യപ്പനേ. വർണ്ണത്തിന്റെ പല്ലവിയുടെ ആദ്യത്തെ 2 അഭിനയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതെങ്ങനെയാണ് എടുക്കണത് എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അയ്യനേ അയ്യപ്പനേ ശബരിമലൈ വാഴോ ശങ്കര തനയനേ അയ്യനേ അയ്യപ്പനേ ശബരിമലൈ വാഴോ ശങ്കര തനയനേ. ഇതാണ് 2 കൈകൾ. അപ്പൊ ആദ്യം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹാഫ് സിറ്റ് അരമണ്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ചെയ്യണത്. അയ്യപ്പനെ എന്നുള്ളത് അയ്യപ്പന്റെ ഹംസാസ്യ മുദ്ര പിടിച്ച് സൈഡിലേക്കാണ് ഇരിക്കുന്നത്. അതിനുശേഷം ശബരിമലൈ വാഴും ശങ്കര എന്നുള്ളത് ഈ കൈയാണ്. ശങ്കര തനയനെ പുത്രനെ എന്നാണ്. അടുത്ത് നമ്മൾ ചെയ്യണത് അതായത് ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കണം. ദെൻ അയ്യപ്പനെ, അവിടെ അയ്യപ്പന്റെ ഒരു പ്രധാന മുദ്രയാണ് ഇത്. അതിനുശേഷം കാണിക്കുന്നത് ശബരിമലൈ വാഴും ശങ്കര തനയനെ പുത്രൻ. ഇതാണ് 2 സ്ട്രെയിറ്റ് ഹാൻഡ്. ഇനി വരുന്നത് സഞ്ചാരിയാണ്. വലിയൊരു കഥയാണ്, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ എല്ലാവരും കാണുക, പഠിച്ചെടുക്കുക. ഓരോ കൈകൾ എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഫോൺ നമ്പർ വഴിയോ അതല്ല നിങ്ങളുടെ കമൻസ് വഴിയോ നിങ്ങൾ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞാനത് ക്ലിയർ ചെയ്ത് തരും. ഈ വർണ്ണം നിങ്ങളെല്ലാവരും പഠിച്ചെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി തീർച്ചയായിട്ടും പറയുക, മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാ സപ്പോർട്ടും തരിക. അപ്പോൾ നമ്മുടെ അടുത്ത സെഗ്മെൻറ്റാണ് യോഗ. അതായത് ഭരതനാട്യ പഠനത്തോടൊപ്പം തന്നെ യോഗയിലെ ചില ആസനങ്ങളും ചില എക്സസൈസുകളും, അത് ഒരു ഡാൻസർ എന്നുള്ള ലെവലിൽ നമ്മൾക്ക് ആവശ്യമായ ചില കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചില ബ്രീത്തിങ് എക്സസൈസ്, അതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ എപ്പിസോഡിൽ വരുന്നുണ്ട്, പ്രാണായാമമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതല്ലാതെ ചില എക്സസൈസുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു യോഗ ക്ലാസ് അല്ല, കാരണം ഇത് മെയിനായിട്ടും ഭരതനാട്യ പഠനമാണ്. അതിന് വേണ്ട യോഗയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ഒരു പോസ്റ്ററാണ് നമ്മൾ ചെയ്യണത്. എല്ലാവരും ചെയ്യും. ഈ എപ്പോഴും ബോഡി സ്ട്രക്ചർ ശ്രദ്ധിക്കണം. ബോഡി എപ്പോഴും നിവർത്തി പിടിക്കാനായിട്ട്, അതായത് ഒരിക്കലും ബോഡി ഇങ്ങനെ ബെൻഡായി പോകരുത്, നിവർത്തണം. അതിന് ഈ എക്സസൈസ് വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് 2 സൈഡിലും ഇങ്ങനെ. അപ്പോൾ നമുക്കെപ്പോഴും നിവർന്ന് നിന്ന് കളിക്കാനുള്ള ഒരു അതിന് ഒരു ഉപകാരമായിരിക്കും ഈ ഒരു എക്സസൈസ്. അതേപോലെ കഴിയുമെങ്കിൽ നമ്മൾ ഈ ചിന്ന് ലുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ട് ഇതിലേക്ക് തൊടാൻ ശ്രമിക്കുക. എല്ലാവരും ചെയ്യൂ. ഇങ്ങനെ 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 ഇതെത്തിക്കും, ഇങ്ങനെ കൊണ്ടുവരാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യാതൊരു കാരണവശാലും ബോഡി കുനിയരുത്, നിവർന്ന് പിടിച്ചിട്ട് തന്നെ ഈ ലെവലിൽ തന്നെ പോരണം. അടുത്തത് നമ്മൾ വജ്രാസനമാണ് ചെയ്യണത്. മറ്റൊരു കാര്യം, ഓരോ ആസനം ചെയ്യുമ്പോഴും അതിനതിൻ്റേതായ ടൈം എടുത്ത് ചെയ്യാൻ ശ്രമിക്കണം. പക്ഷേ
ഇപ്പോൾ നമുക്ക് സമയപരിധിയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് നമ്മൾ ചെയ്തു പോണേ. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സമയമെടുത്ത് ഒരു മണിക്കൂർ എങ്കിലും നമ്മൾ യോഗ ചെയ്തിട്ട് നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അപ്പോൾ വജ്രാസനം എങ്ങനെയാണെന്ന് ആണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാവരും ഇരിക്കും. ഈ 2 കാലും ബാക്കിലേക്ക് മടക്കുക. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഹീലുമ്മലാണ് നോർമലി വജ്രാസനത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഇരിക്കുക. പക്ഷേ നമ്മൾ സ്പ്ലിറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കാലും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക് ഉണ്ടല്ലോ സീറ്റ്, അത് ഫ്ലോറിൽ ടച്ച് ചെയ്ത് വേണം ഇരിക്കാൻ. ഇങ്ങനെ വേണം വജ്രാസനം ഇരിക്കാൻ. ഈ വജ്രാസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഇത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. എന്ത് വജ്രാസനം ഇരിക്കുന്നത്? കാരണം പാൻക്രിയാസിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാവും, അതിലൂടെ ബോഡിയിൽ ഇൻസുലിൻ കൂടുതൽ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. എന്ത് തന്നെയായാലും ഈ ഈ തുടയ്ക്കൊക്കെ ഭയങ്കര പെയിൻ വരും, നമുക്ക് ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ വരുന്നൊരു കാര്യമാണ്. അതിനൊക്കെ വളരെ ഗുണം ചെയ്യും ഈ ഒരു ആസനം, വജ്രാസനം. അടുത്ത് നമ്മൾ ഭുജംഗാസനമാണ് ചെയ്യാൻ പോകുന്നത്. ചെയ്യാം, എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാം. ഞാൻ കാണിക്കാം, കുട്ടികളെ കാണിച്ചോടൊപ്പം ഞാൻ കാണിക്കാം. ഭുജംഗം എന്ന് പറഞ്ഞാൽ പാമ്പ്. ആ പാമ്പിനെ പോലെ ബോഡി പൊങ്ങട്ടെ. എല്ലാവരുടെയും ശ്രദ്ധിക്കുക. ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 കൈയും അടുത്ത് ഇവിടെ ഇരിക്കണം. എന്നിട്ട് ഇതിനെ മാക്സിമം ബോഡിയെ വളഞ്ഞു കൊണ്ടുവരണം. ബാക്കിലോട്ട് വളയും എല്ലാവരും. ഇങ്ങനെ വളഞ്ഞിരിക്കണം നല്ലോണം. ബോഡി കുറച്ചും കൂടെ പൊക്കി, മാക്സിമം പൊക്കി മുകളിലേക്ക് നോക്കണം. ഇതിന് ഭുജംഗാസനം എന്നാണ് പറയുന്നത്. ഇത് ബാക്ക് പെയിന്, അതായത് ബാക്ക് പെയിൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ഈ ഭുജംഗാസനം, അത് ശ്രദ്ധിക്കേണ്ടത്, ഈ കൈ ഇവിടെ വയ്ക്കുകയും മൂക്ക് താടി തൊട്ട് ഇങ്ങനെ ബോഡിയെ പൊക്കിക്കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്നതോട് ഗുണം നമ്മുടെ ബാക്ക് പെയിന് വളരെ റിലീഫ് കിട്ടും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഭുജംഗാസനം സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവില്ല. അഥവാ തിരിയുണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടും. അടുത്തത് നമ്മൾ ധനുരാസനമാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കിടക്കുക. 2 കാലും പുറത്തുകൂടെയായിട്ട് പിടിക്കുന്നു. കാലിനെ പുഷ് ചെയ്യണം, എങ്കിലേ ഫ്രണ്ട് പൊങ്ങി വരുള്ളൂ. ഇതും അതെ, നമ്മുടെ വയറ് കുറയാൻ ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഈ ബാക്ക് പെയിനും ഈ ധനുരാസനം വളരെ ഗുണമാണ്. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്, ഈ ഇവിടുന്ന് ഇവിടേക്ക് പിടിക്കാൻ ശ്രമിക്കുക, ആംഗിളിൻ്റെ എന്നിട്ട് ഈ കാലിനെ ബാക്കിലോട്ട് പുഷ് ചെയ്യുമ്പോൾ പൊങ്ങി വരണ കണ്ടോ. ഇപ്പോൾ ഇതാ നോക്കൂ, ഇവിടെ കണ്ടോ, ഇവിടെ പൊങ്ങിയിട്ട് ഈ ബാക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ബോഡി പൊങ്ങും കണ്ടോ. ഈ ലെവലിൽ വേണം ചെയ്യാൻ എല്ലാവരും. ലുക്കപ്പ് ഓൾ ഓഫ്. ദിസ് ഈസ് കോൾഡ് ധനുരാസൻ. ഇതും വളരെയധികം നമ്മുടെ ഈ ബാക്ക് പെയിൻ പോലുള്ള കാര്യങ്ങൾ ഗുണം ചെയ്യും. റിലാക്സ് ഓൾ ഓഫ്. ഏത് ആസനം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം നെക്സ്റ്റിലേക്ക് പോവാം. അപ്പോൾ യോഗയുടെ ചെറിയൊരു 1-2 ലെസൺസാണ് ഞാനിപ്പോൾ പഠിപ്പിച്ച എല്ലാ എപ്പിസോഡിലും യോഗയെക്കുറിച്ചും ഇനി പ്രാണായാമം അതുപോലെ മറ്റു പല കാര്യങ്ങളും. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഒപ്പീനിയനാണ്. അതായത് സാധാരണ എല്ലാവരും പറയും യോഗ ചെയ്യുമ്പോൾ ബ്രീത്തിങ് വളരെയധികം ശ്രദ്ധിക്കണം. പക്ഷേ എൻ്റെ ഫോളോ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ ബ്രീത്തിങ്. കാരണം നമ്മൾ ബ്രീത്തിങ് ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം, തെറ്റിപ്പോകരുത്. നേരെ മറിച്ച് നോർമൽ ബ്രീത്തിങ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെയാണോ ബ്രീത്ത് ചെയ്യണേ അതുപോലെ ചെയ്യുക, എന്നിട്ട് യോഗ ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി കാണാം. നന്ദി, നമസ്കാരം.